കോലാണ് കേട്ടോ ഇത് ഇവരെല്ലാവരും കൂടി കളിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നത്. വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഈ ഹാളിലിരുന്നിട്ടാണ് കളിക്കുക. പുറത്ത് വിടാറില്ല അങ്ങനെ. ഒന്നെങ്കിൽ ഈ മുറ്റത്ത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കളിക്കും, അല്ലെങ്കിൽ അകത്തിരുന്ന് കളിക്കും. ഇതാ ഇവിടെ ഒരു ചെറിയ കുട്ടിപ്പരയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, പഴയ ബെഡൊക്കെ കൊണ്ട്. നോക്കട്ടെ അതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, ഫുൾ അലമ്പായി കിടക്കണേ. ഒരു ദൂരത്തേക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സെറ്റപ്പ് ആക്കി കൊടുത്തതാ. ഉള്ളിലൊന്നുമില്ല കേട്ടോ. ഉള്ളിൽ അവർ കളിക്കുമ്പോൾ ഓരോ ചിരട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും വീട് പണി കഴിയുന്നത് വരെ അവർക്ക് അടിപൊളിയായിട്ട് കളിക്കാനുള്ളൊരു സ്ഥലം. അതാണിപ്പോൾ ഇത്. മുറ്റൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിങ്ങനെ അലമ്പാക്കും. പക്ഷെ എന്തായാലും സമാധാനമാണ്, ഇവിടെ തന്നെ ഇരുന്ന് കളിച്ചോളൂല്ലോ, ദൂരേക്കൊന്നും പോവാതെ. അപ്പം ഇന്ന് ഞങ്ങളൊരു ക്ലീനിങ് പരിപാടിയിലാണ്. ഷിഫ അടിച്ചു വരാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഹാദീൻ്റെ ഫ്രണ്ട്സും. ഞങ്ങളെല്ലാവരും മുകളിൽ കയറിയപ്പം ഷിഫയും മുകളിലേക്ക് വരികയാണേ. ഹാള് ലാസ്റ്റ് അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ചാക്കും ബെഡിൻ്റെ പീസും ഒക്കെ കുട്ടികൾ കളിച്ചിട്ട് എടുത്തിട്ടതാണ്. പിന്നെ മൊത്തം ഒന്ന് അടിച്ചു വരണം. ഇനി ഇതാ നമ്മൾ ഇവിടെ അടിച്ചു വരാൻ പോവാണേ. മുകൾ ഭാഗം ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫുള്ള് ചവലയൊക്കെയാ. ഇത് കണ്ട് ഇങ്ങനെ വല കെട്ടിയത് ഇതിലേക്ക് മാങ്ങ വീഴുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു സൈഡിൽ ഇങ്ങനെ വല കെട്ടി വെച്ചതാണ്. എന്നാലും കുറച്ചൊക്കെ വീഴും കേട്ടോ. ആദ്യത്തിനേക്കാട്ടിലും നല്ല കുറവുണ്ട് ഇങ്ങനെ വല കെട്ടിയപ്പോൾ. നമ്മളെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെയുള്ള ഒരാളാണിത്, റിച്ചു. ഇവരെങ്ങനെ അധികം മുകളിലേക്ക് വരാൻ സമ്മതിക്കാറില്ല. കാരണം ഓരോ കളി കളിച്ചിട്ട് എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാറില്ല. അങ്ങനെ ഒരാൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാക്കൊക്കെ എടുത്തിട്ട്. ഇസു ഹായ് പറ. ഇക്കതാ മാങ്ങയും തിന്നിട്ട് കയറി വരികയാണേ. എപ്പോഴും ഇതാണ് പരിപാടി, മാങ്ങ കഴിക്കുക. മറ്റേ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മാങ്ങ വീഴുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഓടും എല്ലാവരും കൂടെ. ഷിഫ ഇപ്പം അടിച്ചു വരുന്ന ഭാഗാട്ടാ. ഷിഫന്റെ റൂമാണ് അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുന്നത്. ഷിഫ എന്താ പ്ലാൻ? റൂമിനെ പറ്റി ഒരു പ്ലാൻ പറ. അല്ല പ്ലാനിങ് നടക്കണല്ലോ. മറ്റേ കുട്ടി പറഞ്ഞ പ്ലാനിങ് ഡെയിലി നടക്കണം. 2 റൂം, അതിൽ നിന്നുള്ള ബാത്റൂമാണിത്. ഇവിടെ ഒരു നടുക്കൊരു വാള് വരും. ഇതൊക്കെ നമ്മുടെ അയൽവാസികളെ വീടാട്ടോ. ചാക്ക് മാറ്റാം. റിച്ച് മഴയായതുകൊണ്ട് അടിപൊളി കൊടയാണ് ചൂടി നിൽക്കുന്നത്. ഇന്നലെ നമ്മൾ മുകൾ ഭാഗം വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മഴയൊക്കെ പെയ്തു. കുറച്ച് നേരം ഞങ്ങൾ മഴയത്തൊക്കെ കളിച്ചിട്ടാണ് പിന്നെ താഴേക്ക് വന്നത്. ഇന്നിതാ ഞങ്ങൾ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ബാബി ഇപ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇക്കകത്ത് കയറി. നമ്മളിനി മുകളിലേക്ക് പോവാം. മുകളിലൊന്ന് സെറ്റാക്കാനുണ്ടേ. Let's go. Hello guys, let's go.
മേമ വിരിച്ചു തരും. ഞാനൊരു പഴയ ബെഡ്ഷീറ്റാട്ടോ എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് എന്താ ഇവിടെ പരിപാടി എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങൾ വിചാരിച്ചു എന്നും അകത്തിരുന്നിട്ട് ചായ കുടിക്കാം. അപ്പം വൈകുന്നേരം ആകുമ്പം ഈ മുകളിൽ നല്ല കാറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് സമാധാനത്തോടെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് അങ്ങനെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ വെളിച്ചമുള്ളപ്പം കയറണമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴത്തേക്കും വാപ്പയും ഇക്കായും വന്നില്ല. ഇതിപ്പം വെളിച്ചമൊക്കെ പോയി തുടങ്ങി. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തതല്ലേ. അപ്പോൾ അങ്ങനെ വന്ന് ജസ്റ്റ് രസമായിട്ട് ഇങ്ങനെ ചായ കുടിക്കുക കേട്ടോ. ഇത് വേറൊരു വൈബ് തന്നെയായിരുന്നു. ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ ആയിരിക്കും പരിപാടി എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും രസമുണ്ടായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ റിലാക്സായി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കട്ട്ലറ്റ് എങ്ങനെയുണ്ട് ഷിഫ? രസമില്ല. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി താഴത്തേക്ക് ഇറങ്ങാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ചായയൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചതൊക്കെ. ഇനി ഇത് സ്ഥിരമാക്കിയാലോ ഒക്കെ? അടിപൊളിയായിരിക്കും. ഇങ്ങോട്ട് നോക്കണ്ട, ഇവിടെയൊക്കെ പൊളിക്കും. ശരിയല്ലേ? നിങ്ങൾക്ക് ഞാനേ നമ്മൾ അന്ന് കുറച്ച് 2 മറ്റേ കടലാസ് ചെടികൾ വാങ്ങിയിട്ടില്ലായിരുന്നോ? അതിപ്പോൾ എത്രയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. சுற்று போய் விடுங்கள் அவள் வந்து விட்டால் കോപ്പിറൈറ്റ് കിട്ടും. നമ്മളില്ലേ അന്ന് വാങ്ങിയിട്ടില്ലായിരുന്നോ കടലാസിൻ ചെടി? ബോഗൻവില്ല ആ ഗാർഡനിൽ പോയിട്ടെടുത്ത് നാത്തൂന് വേണ്ടിയിട്ട് ഇതാട്ടോ അത് 2 എണ്ണം. പിന്നെ നമ്മൾ അടീനെ ഇങ്ങനെ പൂക്കുന്നത് ആദ്യമായിട്ടാണ്. കാരണം ഇവിടെ സീറ്റ് ഇട്ടതുകൊണ്ട് തന്നെ മഴയൊന്നും കൊള്ളൂല. മറ്റേത് ഇതിങ്ങനെ പൂവിടാനാവും, അപ്പോഴത്തേക്കൊരു മഴ പെയ്യും, അതെല്ലാം കൊഴിഞ്ഞു പോവും, അങ്ങനെ ഉണ്ടാവുക. ഇപ്പോൾ ഇവരിപ്പം സേഫായിട്ടുള്ളൊരു സ്ഥലത്തായതുകൊണ്ട് ഏകദേശം എല്ലാം ഒന്ന് പൂവിട്ടിട്ടുണ്ട്. ഇനി ഇതും കൂടിയാണ് പൂവിടാനുള്ളത്. ഇതിലെല്ലാ ഭാഗത്തും പൂവ് വന്നാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. ഇതിൻ്റെ ഇല്ല, അതങ്ങനെ തന്നെ. പിന്നെ ഇത് നമ്മളെ നൊട്ടങ്ങ, ഇതെങ്ങനെ ഒരു തൈ ഇതിൽ വന്ന് പെട്ടതാണ്. അന്ന് നമ്മൾ താഴെ വെച്ച സമയത്ത് എങ്ങനെയോ ഒരു വിത്ത് ഇതിൽ വീണിട്ട് അങ്ങനെ ഉണ്ടായതാട്ടോ. അപ്പോൾ അത് ഞാൻ പറിച്ച് മാറ്റിയില്ല. അപ്പം ഇക്ക താഴേക്ക് പോയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.